ചിലർ പറയുന്നത് സമയം കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മറന്നു പോകും എന്നുള്ളതാണ്. പക്ഷെ മറന്നു പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ സബ് കോൺഷ്യസ് മൈൻഡിലോ അൺകോൺഷ്യസ് മൈൻഡിലോ പോയത് ഡെപ്പോസിറ്റഡ് ആവും. അത് ഏതെങ്കിലും ഒരു സമയമാകുമ്പോൾ പുറത്തേക്ക് വരും. അവിടെ ഇരുന്നു കൊണ്ട് ഇത് നമ്മുടെ ബിഹേവിയറിനെ ഓപ്പറേറ്റ് ചെയ്യും. ചിലപ്പം ചിലത് ശരീരത്തെ വരെ കയറി തൊടും. ശരീരത്തിന് കേടുവരുത്തുന്ന കാര്യങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് അത് ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ പപ്പറ്റ് ഷോ നടക്കുന്നത് പോലെ കുറേ ഫിംഗറുകളിലൊക്കെ ഇങ്ങനെ നൂല് കെട്ടിയിട്ട് പാവകളിയുണ്ട്. ഇത് ആരും കാണുന്നില്ല, ഈ പാവ കിടന്ന് കാണിക്കുന്നതാണ് കാണുന്നത്. ഇതുപോലെ പുറകിൽ കിടന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഹേർട്ട് ഫീലിങ്സും പ്രശ്നങ്ങളും ഇതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെ, ഈ ഇമോഷണൽ ബേസ്മെന്റിൽ പോകുന്നതിനെ നമ്മൾ എടുത്ത് കളയുന്നില്ലെങ്കിൽ അത് അവിടെ ഇരുന്നു കൊണ്ടൊരു ഘട്ടം കഴിയുമ്പോൾ ഇമോഷണൽ ബേസ്മെന്റിന് വഹിക്കാൻ അതിന്റെ പരിധി കടന്നാൽ, ആ കണ്ടെയ്നർ നിറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകും. മെന്റൽ ബ്രേക്ക് ഡൗൺ, നെർവസ് ബ്രേക്ക് ഡൗൺ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പേര് പറയുന്നത്. സത്യത്തിൽ ഈ മുറിവുകളും വേദനകളും വർദ്ധിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ബ്രേക്ക് ഡൗൺ ആണ്. ഈ മൊത്തം സിസ്റ്റം കൊളാപ്സായി. ഈ റബ്ബർ ബാൻഡ് വലിച്ചു പോകുമ്പോൾ ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞ് വലിച്ചാൽ പൊട്ടിപ്പോകും.